Okay, so the last സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബേസിക് സർക്യൂട്ട് എലമെൻറ്റ്സ് ആയ റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് ഈ മൂന്ന് കമ്പോണൻസിനെ കുറിച്ച്, അവയിലുള്ള വോൾട്ടേജ് കറൻറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച്, പിന്നെ സഡനായുള്ള ചേഞ്ചസ് വരുമ്പോൾ സഡൻ വോൾട്ടേജ് ഓൺ ചെയ്താൽ എങ്ങനെയായിരിക്കും അതിൻ്റെ റെസ്പോൺസ്, ഇത്രയും പോയിൻറ്റ്സാണ് നമ്മൾ ഇന്നലെ മെയിനായിട്ട് കൺസിഡർ ചെയ്തത്. നമുക്ക് ഞാൻ പറഞ്ഞ ഒരു സർക്യൂട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റാണ് എനർജി സോഴ്സസ്. സോ അടുത്ത സർക്യൂട്ട് എലമെൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എനർജി സോഴ്സസിനെ പറ്റിയാണ്. ഓക്കെ, സോ എനർജി സോഴ്സസ് നമുക്കറിയാം എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള നമുക്കറിയാവുന്ന എനർജി സോഴ്സസ്. വി ഹാവ് ടു ടൈപ്സ് ഓഫ് എനർജി സോഴ്സസ്. വൺ ഈസ് ദി വോൾട്ടേജ് സോഴ്സ് ആൻഡ് ദ അതർ വൺ ഈസ് ദി കറൻറ്റ് സോഴ്സ്. ഏതൊക്കെയാണ്? വോൾട്ടേജ് സോഴ്സും ഉണ്ട്, കറൻറ്റ് സോഴ്സും ഉണ്ട്. രണ്ട് മെയിൻ ടൈപ്സ് ഓഫ് എനർജി സോഴ്സസ്. സോ ഈ രണ്ട് ടൈപ്പിനെ തന്നെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ്. ഏതൊക്കെയാണ്? ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ്. ഓക്കെ, സോ ആദ്യം നമുക്ക് വോൾട്ടേജ് സോഴ്സ് എന്താണ്, കറൻറ്റ് സോഴ്സ് എന്താണെന്ന് നമുക്ക് പറയാം. ഐഡിയൽ കണ്ടീഷനും പ്രാക്ടിക്കൽ കണ്ടീഷനും ഉണ്ട്. അത് നമുക്ക് പറഞ്ഞതിന് ശേഷം എന്താണ് ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് എന്നും എന്താണ് ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് എന്നും കാണാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് വോൾട്ടേജ് സോഴ്സ്. വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഐഡിയൽ കൺസെപ്റ്റിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആൻ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ഈസ് എ ടു ടെർമിനൽ എലമെൻറ്റ് ഇൻ വിച്ച് ദ വോൾട്ടേജ് ഈസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ കറൻറ്റ് ത്രൂ ദ ടെർമിനൽസ്. അതിലൂടെ കറൻറ്റ് പോകുന്നത് എത്രത്തോളം കറൻറ്റ് പോകുന്നുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യാതെ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന സോഴ്സസിനെയാണ് നമ്മൾ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആയിരിക്കും. എത്ര കറൻറ്റ് അതിലൂടെ പോയാലും വോൾട്ടേജ് ഈസ് കോൺസ്റ്റൻറ്റ്. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ വോൾട്ടേജ് സോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കാം? വോൾട്ടേജ് സോഴ്സിനെ നമുക്കിങ്ങനെ ഒന്ന് ഡി സി വോൾട്ടേജ് സപ്ലൈ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ബിഗ് ലൈൻ വിത്ത് സ്മോൾ ലൈൻ, ഒരു ബിഗ് ലൈൻ പിന്നെ സ്മോൾ ലൈൻ. അതാണ് വോൾട്ടേജ് സോഴ്സ്. ഡി സി വോൾട്ടേജ് സോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പൽ. പിന്നെ കറൻറ്റ്. ഓക്കെ, ഇതാണ് ഫിഗർ 16A കാണിച്ചിരിക്കുന്നതാണ് ഐഡിയൽ ഡി സി വോൾട്ടേജ് സോഴ്സ്. ഫിഗർ 16B നമ്മൾ കാണിച്ചിരിക്കുന്നത് എ സി വോൾട്ടേജ് സോഴ്സാണ്. അതായത് എ സി വോൾട്ടേജ് സോഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? വിത്ത് റെസ്പെക്ട് ടു ടൈം അതിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. വിത്ത് റെസ്പെക്ട് ടു ടൈം അതിൻ്റെ ഡയറക്ഷൻ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. ബട്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. കറൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് വിൽ ബി കോൺസ്റ്റൻറ്റ്. സോ നമ്മൾ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു കറൻറ്റ് ഐ എന്ന എലമെൻറ്റ് കറൻറ്റ് നമ്മൾ വൈ ആക്സിസിൽ എടുക്കുകയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു കറൻറ്റ് ദ വോൾട്ടേജ് ഈസ് കോൺസ്റ്റൻറ്റ്. അതാണ് ഐഡിയൽ കൺസെപ്റ്റ്. ഓക്കെ, പക്ഷേ പ്രാക്ടിക്കലി ഇങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് പോസിബിൾ അല്ല. കാരണം ദർ വിൽ ബി എ സ്മോൾ റെസിസ്റ്റൻസ്, ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എല്ലാ വോൾട്ടേജ് സപ്ലൈയുടെ കൂടെയും ഉണ്ടാവും. എല്ലാ വോൾട്ടേജ് സപ്ലൈയുടെ കൂടെ നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ റെസിസ്റ്റൻസ് അല്ലാതെ ദർ വിൽ ബി ഓൾവേസ് ആൻ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ആ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നമ്മൾ എങ്ങനെ കൊടുക്കും? ഈ വോൾട്ടേജ് സോഴ്സിന് സീരീസ് ആയിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ എന്താ വെച്ചാൽ കറൻറ്റ് കൂടുമ്പോൾ ഈ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പും കൂടും. കാരണം വോൾട്ടേജ് IR ആണ്. അപ്പോൾ കറൻറ്റ് കൂടുമ്പോൾ IR എന്ന പ്രൊഡക്റ്റും കൂടുകയാണല്ലോ. അപ്പോൾ എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് സപ്ലൈ വോൾട്ടേജ് മൈനസ് ദിസ് വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റൻസ്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് മൈനസ് ചെയ്തിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നുള്ളൂ. ഓക്കെ, സോ ഇതാണ് പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ്. പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സിൽ എപ്പോഴും എന്ത് പ്രസൻ്റ് ആണ്? ഒരു സ്മോൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് പ്രസൻ്റ് ആണ്. അപ്പോൾ കറൻറ്റ് കൂടുന്നതിനനുസരിച്ച് അക്രോസ് ദ റെസിസ്റ്റൻസ് ഒരു ചെറിയ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. സോ എഫക്റ്റീവ് വോൾട്ടേജ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സപ്ലൈ വോൾട്ടേജ് മൈനസ് IR ആയിരിക്കും. ഓക്കെ, സോ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു കറൻറ്റ് നമ്മൾ വരയ്ക്കുമ്പോൾ ഇറ്റ് വിൽ നോട്ട് ബി എ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ്, ദർ വിൽ ബി എ റിഡക്ഷൻ ഇൻ ദ വോൾട്ടേജ്. ഓക്കെ, ദർ വിൽ ബി അത് ഒരു ഡൗൺവേർഡ് സ്ലോപ്പുള്ള ഒരു ലൈൻ ആയിരിക്കും. ഫൈൻ. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറൻറ്റ് സോഴ്സ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ എ സി വോൾട്ടേജ് സോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സർക്കിളിനകത്താണ്
ഡി സി വോൾട്ടേജ് സോഴ്സ് നമ്മൾ ഒരു ബിഗ് ലൈൻ ആൻഡ് സ്മോൾ ലൈൻ അങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കറൻറ്റ് സോഴ്സിനെ ജനറലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സർക്കിളിനകത്തൊരു ആരോ ആയിട്ടാണ്. ഓക്കെ, സർക്കിളിനകത്തൊരു ആരോ ആയിട്ടാണ്. അപ്പോൾ ഐഡിയൽ കറൻറ്റ് സോഴ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഗീവ്സ് എ കോൺസ്റ്റൻറ്റ് കറൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ വോൾട്ടേജ് അക്രോസ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് അവിടെ കോൺസ്റ്റൻ്റ് ആവുന്നത്? കറൻറ്റ് കോൺസ്റ്റൻ്റ് ആകും. And it is ideal current source is a two-terminal element in which the current completely independent of the voltage across system. അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്ര തന്നെയാണെങ്കിലും അതിലൂടെയുള്ള കറൻറ്റ് ഫ്ലോ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ വൈ ആക്സിസിൽ എന്ത് വരും? വോൾട്ടേജ് വരും. വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് നമ്മൾ എന്തിനെ ബേസ് ചെയ്ത് പറയുന്നോ അതാണ് നമ്മൾ വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യുക. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് എന്ന് പറയുമ്പോൾ വോൾട്ടേജ് വൈ ആക്സിസിലിട്ടോ എക്സ് ആക്സിസിലിട്ടോ എക്സ് ആക്സിസിലിട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് എക്സ് ആക്സിസ് ആണ് കേട്ടോ. വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് എക്സ് ആക്സിസിലിട്ടോ എന്താണ് കറൻറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്, കറൻറ്റ് വൈ ആക്സിസിലും ഇട്ടോ. ഫൈൻ. സോ ദിസ് ഈസ് ദി ഐഡിയൽ കറൻറ്റ് സോഴ്സ്. അഗെയിൻ ദിസ് ഈസ് നോട്ട് എ പ്രാക്ടിക്കൽ കേസ്. ഇപ്പോൾ പ്രാക്ടിക്കൽ കേസിൽ ദർ വിൽ ബി എ സ്മോൾ ഡ്രോപ്പ് ഇൻ ദി കറൻറ്റ്. അപ്പോൾ അതിന് ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് പ്രസൻ്റ് ആണ്. ഓക്കെ, ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് പ്രസൻ്റ് ആണ്. എങ്ങനെയാണ് ആ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം? ആ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് പാരലൽ ടു ദി കറൻറ്റ് സോഴ്സ്. കറൻറ്റ് സോഴ്സിന് പാരലായിട്ട് നമ്മൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വരും. സോ ദ എഫക്റ്റീവ് കറൻറ്റ് എന്ന് പറയുന്നത് സപ്ലൈ കറൻറ്റ് മൈനസ് ദ കറൻറ്റ് ത്രൂ ദിസ് റെസിസ്റ്റർ. എങ്ങനെ കിട്ടാം? I is equal to V by R. Okay, so effective current എന്ന് effective current എന്ന് പറയുന്നത് IS which is a supply current minus VS by R ആയിരിക്കും. ഓക്കെ, അതിനെ അഗെയിൻ പ്ലോട്ട് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് കറൻറ്റ് കുറയാണ്, കറൻറ്റ് ഡൗൺവേർഡ് സ്ലോപ്പിലായിരിക്കും. ഫൈൻ. സോ ഇത്രയാണ് ഐഡിയൽ കറൻറ്റ് സോഴ്സും പ്രാക്ടിക്കൽ കറൻറ്റ് സോഴ്സ്, ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്, പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ്. ഇത്രയും കാര്യങ്ങളായി. ഇനി ഇവിടെ ശ്രദ്ധിച്ചാലും ഇത് ഈ പറയുന്ന നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത വോൾട്ടേജ് സോഴ്സും കറൻറ്റ് സോഴ്സും ദേ ആർ ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ്. എന്ന് വെച്ചാൽ ഈ സോഴ്സിൽ നിന്ന്, അതായത് ഇവരുടെ വാല്യൂ, ഈ സോഴ്സ് സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിൻ്റെയും കറൻറ്റിൻ്റെയും വാല്യൂ എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൂ? ആകെ അവരുടെ തന്നെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. സർക്യൂട്ടിലുള്ള ബാക്കി എന്ത് തന്നെ എലമെൻറ്റ്സ് ഉണ്ടെങ്കിലും, ട്രാൻസിസ്റ്ററോ ഡയോഡോ റെസിസ്റ്ററോ ഇൻഡക്ടറോ കപ്പാസിറ്ററോ സ്വിച്ചോ റിലേയോ എന്തു തന്നെ സർക്യൂട്ട്സ് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലും അവയുടെ എഫക്റ്റ് ഒന്നും ഈ വോൾട്ടേജ് സോഴ്സിലോ ഈ കറൻറ്റ് സോഴ്സിൻ്റെയോ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് these two ideal types of sources are called as independent sources. എന്തുകൊണ്ടാണ്? The voltage and current are independent and they are not affected by other parts of the circuit. സർക്യൂട്ടിലുള്ള മറ്റൊരു കമ്പോണൻസിൻ്റെയും എഫക്റ്റ് ഈ പറയുന്ന വോൾട്ടേജ് സോഴ്സിൻ്റെയും കറൻറ്റ് സോഴ്സിൻ്റെയും ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. ഫൈൻ. സോ ദീസ് ആർ ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ്. പക്ഷേ എന്തായിരിക്കും അപ്പോൾ ഡിപ്പെൻഡൻറ്റ് സോഴ്സസ്? ഇൻ ദ കേസ് ഓഫ് ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് the source voltage or current is not fixed. സോഴ്സ് സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും കറൻറ്റും ഫിക്സഡ് അല്ല. They are dependent on the voltage or current existing in some other location in the circuit. ആ സർക്യൂട്ടിൽ വേറെ എവിടെയെങ്കിലും ഉള്ള ഒരു എലമെൻറ്റിൻ്റെ എന്തെങ്കിലും അതൊരു വോൾട്ടേജ് സോഴ്സ് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ കറൻറ്റ് സോഴ്സ് ആയിരിക്കാം ഒരു പക്ഷേ, എന്തെങ്കിലും ഒരു വേറൊരു കമ്പോണൻറ്റ് തരുന്നത് പോലെയാണ് ഈ വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ കറൻറ്റ് സോഴ്സ് പ്രവർത്തിക്കുന്നത്. അതായത് സർക്യൂട്ടിലുള്ള മറ്റ് എലമെൻസിൻ്റെ എഫക്റ്റ് മൂലമാണ് ഇവയ്ക്ക് സപ്ലൈ വോൾട്ടേജ് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനത്തെ കേസസിലാണെങ്കിൽ അത് ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് ആണ്. ഓക്കെ, അതായത് സർക്യൂട്ടിൽ മറ്റേതെങ്കിലും എലമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസിലാണ് ഇവരുടെ വോൾട്ടേജ് ആൻഡ് കറൻറ്റ് സപ്ലൈ എങ്കിൽ, അവയുടെ വാല്യൂ എങ്കിൽ അവ ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് ആണ്. എഗെയിൻ ഡിപ്പെൻഡൻറ്റ് സോഴ്സസിനെ നമ്മൾ എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുക ഒരു ഡയമണ്ടിനകത്ത് മാർക്ക് ചെയ്തിട്ടാണ്. ഇപ്പോൾ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഒരു ഡയമണ്ടിനകത്ത് പ്ലസും മൈനസും കൊടുക്കും. അതല്ല ഡയമണ്ട് ഷേപ്പ്, ഓക്കെ, ഡയമണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഡയമണ്ട് ഷേപ്പ് അല്ലെങ്കിൽ റോബോട്ട് ഷേപ്പിനകത്താണ്. അല്ല കറൻറ്റ് സോഴ്സ് ആണെങ്കിൽ ഒരു ഡയമണ്ട് ഷേപ്പിനകത്ത് നമ്മളൊരു ആരോ കൊടുക്കും. ദി ഡയമണ്ട് ഷേപ്പ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? ദേ ഡിനോട്ട്സ് ദി
ഡിപ്പെൻഡൻറ്റ് സോഴ്സസ്. ഓക്കെ, ഡിപ്പെൻഡൻറ്റ് സോഴ്സസിനെ ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ ഈ ഷേപ്പ് യൂസ് ചെയ്യുന്നത്. ഡിപ്പെൻഡൻറ്റ് സോഴ്സസിന് അല്ലെങ്കിൽ വേറൊരു പേരാണ് കൺട്രോൾഡ് സോഴ്സസ്. വേറെ ആരോ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, ദേ ആർ ഓൾസോ കോൾഡ് എസ് കൺട്രോൾഡ് സോഴ്സസ്. അത് 4 ടൈപ്പാണുള്ളത്. വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് എന്ന് വെച്ചാൽ ആ സോഴ്സിൻ്റെ വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്നത് ആ സർക്യൂട്ടിലുള്ള വേറെ ഏതോ വോൾട്ടേജാണ്. ഓക്കെ, വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സും ഉണ്ട്, കറൻറ്റ് കൺട്രോൾഡ് കറൻറ്റ് സോഴ്സ് ഉണ്ട്, വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. വോൾട്ടേജ് സോഴ്സിനെ ആ സർക്യൂട്ടിൽ വേറൊരു വോൾട്ടേജിന് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഒരു കറൻറ്റിന് കൺട്രോൾ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സും കറൻറ്റ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സും ഉണ്ട്. അതുപോലെ തന്നെ കറൻറ്റ് സോഴ്സിൻ്റെ കറൻറ്റിനെ ആ സർക്യൂട്ടിലുള്ള വേറെ ഏതെങ്കിലും വോൾട്ടേജിൻ്റെ ഇൻഫ്ലുവൻസിലാകാം, അല്ലെങ്കിൽ കറൻറ്റിൻ്റെ ഇൻഫ്ലുവൻസിലാകാം. അതിനനുസരിച്ച് വോൾട്ടേജ് കൺട്രോൾഡ് കറൻറ്റ് സോഴ്സും ഉണ്ടാവും, കറൻറ്റ് കൺട്രോൾഡ് കറൻറ്റ് സോഴ്സും ഉണ്ടാവും. സോ 4 ടൈപ്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് സോഴ്സസ്. ക്ലിയർ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.